ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു കുഞ്ഞു വിശുദ്ധയെ പരിചയപ്പെട്ടാലോ? 11 വർഷം മാത്രം ഈ ഭൂമിയിൽ ജീവിച്ച് സ്വർഗത്തിലേക്ക് പറന്നുപോയൊരു കുഞ്ഞു മാലാഖയാണ് വിശുദ്ധ. ആളാരാണെന്ന് മനസ്സിലായോ? ഒരു ക്ലൂ തരാം. ഇന്ന് ആ വിശുദ്ധയുടെ തിരുനാളാണ്. ഇപ്പോൾ മനസ്സിലായി കാണോ അല്ലേ? അതെ, വിശുദ്ധ മരിയ ഗൊരേത്തിയെ കുറിച്ചാണ് നിങ്ങളോട് പറയുന്നത്. 20-ാം നൂറ്റാണ്ടിന്റെ വിശുദ്ധ ആഗ്നസ് എന്നറിയപ്പെടുന്ന വിശുദ്ധ മരിയ ഗൊരേത്തി ശുദ്ധത എന്ന പുണ്യത്തിന്റെ ആധുനിക രക്തസാക്ഷിയാണ്. ഇറ്റലിയിലെ കൊറിനാൾഡോ എന്ന ഗ്രാമത്തിൽ 1890 ഒക്ടോബർ 16-നാണ് മരിയ ജനിച്ചത്. മരിയ തെരേസ ഗൊരേത്തി എന്നായിരുന്നു ബാല്യത്തിലെ പേര്. പിതാവ് ലൂയിജിയും അമ്മ അസൂന്തയുമായിരുന്നു. മരിയ മാതാപിതാക്കളുടെ 6 മക്കളിൽ 3ാമത്തെ സന്താനമായിരുന്നു. സ്കൂൾ വിദ്യാഭ്യാസം പോലും ലഭിച്ചിരുന്നില്ല മരിയയ്ക്ക്. അവളുടെ അമ്മ അസൂന്ത വിദ്യാസമ്പന്നയല്ലെങ്കിലും ക്രിസ്തീയ നന്മകളിൽ വളരാനുള്ള അടിസ്ഥാനം മകൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. മരിയയ്ക്ക് 6 വയസ്സുള്ളപ്പോൾ അവരുടെ കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി വളരെയധികം മോശമാവുകയും കൃഷിസ്ഥലങ്ങളെല്ലാം വിറ്റ് മറ്റു കർഷകർക്ക് വേണ്ടി ജോലി ചെയ്യാൻ നിർബന്ധിതരാവുകയും ചെയ്തു. അധികം താമസിയാതെ മരിയയുടെ പിതാവ് രോഗബാധിതനാവുകയും മരിയയ്ക്ക് 9 വയസ്സുള്ളപ്പോൾ മരണമടയുകയും ചെയ്തു. അമ്മയും സഹോദരങ്ങളും പാടത്ത് ജോലി ചെയ്യുമ്പോൾ വീട് വൃത്തിയാക്കുകയും പാചകം ചെയ്യുകയും മറ്റും ചെയ്തിരുന്നത് മരിയയായിരുന്നു. വളരെ കഷ്ടത നിറഞ്ഞ ജീവിതമായിരുന്നുവെങ്കിലും മരിയയുടെ കുടുംബങ്ങളെല്ലാവരും വളരെ സ്നേഹത്തോടെയായിരുന്നു ജീവിച്ചിരുന്നത്. ദൈവത്തിലുള്ള അഗാധമായ സ്നേഹവും വിശ്വാസവും അവർ പങ്കുവച്ചു. പിന്നീട് അവർ ലീഫറി എന്ന സ്ഥലത്തേക്ക് താമസം മാറുകയും അവിടെ സെറിനെല്ലി എന്ന കുടുംബത്തിന്റെ കൂടെ അവരുടെ വീടിന്റെ ഒരു ഭാഗത്ത് താമസം ആരംഭിക്കുകയും ചെയ്തു. 11ാമത്തെ വയസ്സിൽ മരിയ പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ സുദിനമെത്തി. പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണ ദിനം. അതിനുള്ള പ്രത്യേക ഒരുക്കങ്ങളും മരിയ നടത്തിയിരുന്നു. അവയൊക്കെ അവളുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തി. മരിയ എന്നും അനുസരണയുടെ ഒരു മാതൃകയായിരുന്നു. അനാർഭാടത്തിന്റെയും വിശുദ്ധിയുടെയും മാതൃകയായിരുന്നു. പാപം മൂലം ഈശോയെ വേദനിപ്പിക്കുന്ന കാര്യം അവൾക്ക് ചിന്തിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. ഈശോയെ പ്രസാദിപ്പിക്കാനുള്ള മാർഗങ്ങളെ പറ്റിയായിരുന്നു എപ്പോഴും അവളുടെ ചിന്ത. മറ്റുള്ളവർക്കെല്ലാം മരിയ എപ്പോഴും ഒരു സഹായിയായിരുന്നു. കുമ്പസാരിക്കാൻ 7 മൈൽ ദൂരം നടന്നു പോകേണ്ടിയിരുന്നു. അത് തന്നെ ഒരു ആധ്യാത്മിക കടമ നിർവഹിക്കാനായിരുന്നതുകൊണ്ട് ഒന്നും അവൾക്ക് ബുദ്ധിമുട്ടായി തോന്നിയിരുന്നില്ല. വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് വസ്ത്രം തുന്നിക്കൊണ്ടിരുന്ന മരിയയെ സെറിനെല്ലി കുടുംബത്തിലെ അലക്സാൻഡ്രോ തന്റെ ഇംഗിതത്തിന് വഴങ്ങാൻ നിർബന്ധിക്കുകയും അല്ലാത്തപക്ഷം കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അയാൾ അവളെ മാനഭംഗപ്പെടുത്താൻ ഒരുങ്ങുകയായിരുന്നു. എന്നാൽ മരിയ അയാൾ ചെയ്യാൻ പോകുന്നത് മരണകരമായ പാപമാണെന്നും നരകത്തിൽ പോകുമെന്നും പറഞ്ഞ് അയാളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. ഒടുവിൽ കീഴ്പ്പെടുന്നതിനേക്കാൾ മരിക്കുവാൻ താൻ ആഗ്രഹിക്കുന്നുവെന്ന് മരിയ പറഞ്ഞപ്പോൾ അയാൾ 11 തവണ മരിയയെ കഠാര കൊണ്ട് കുത്തി. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച മരിയയെ വീണ്ടും 3 തവണ കൂടി അലക്സാൻഡ്രോ കുത്തി. ആ സമയത്ത് വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന മരിയയുടെ അനിയത്തി തെരേസ ബഹളം കേട്ട് ഉണർന്ന് നിലവിളിച്ചു. അത് കേട്ട് ഓടിയെത്തിയ അലക്സാൻഡ്രോയുടെ പിതാവും മരിയയുടെ അമ്മയും ചേർന്ന് രക്തം വാർന്നു കിടക്കുകയായിരുന്ന മരിയയെ സമീപത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചു. അവിടെ അവളെ അനസ്തേഷ്യ നൽകാതെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി. എന്നാൽ പരിക്കുകൾ ഭിക്ഷുകന്മാർക്ക് ചികിത്സിക്കാൻ കഴിയുന്നതിനപ്പുറമായിരുന്നു. ശസ്ത്രക്രിയകൾക്കിടയിൽ അവൾക്ക് ബോധം തിരിച്ചു വന്നു. അപ്പോൾ ആ ആശുപത്രിയിലെ ഫാർമസിസ്റ്റ് അവളോട് പറഞ്ഞു, മരിയ, നീ പർദീസയിലായിരിക്കുമ്പോൾ എന്നെയും ഓർക്കുക. അപ്പോൾ മരിയ അദ്ദേഹത്തോട് പറഞ്ഞു, ആരറിഞ്ഞു നമ്മളിൽ ആരാണ് അവിടെ ആദ്യം എത്തുകയെന്ന്? അപ്പോൾ അത് നീയായിരിക്കും എന്ന് പറഞ്ഞ അദ്ദേഹത്തോട് മരിയ പ്രതിവചിച്ചു, എങ്കിൽ തീർച്ചയായും ഞാൻ താങ്കളെ സ്മരിക്കും. സംഭവം നടന്ന് 20 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മരിയ ഈ ലോകത്തോട് വിട പറഞ്ഞു. അങ്ങനെ 1902 ജൂലൈ 6-ന് മരിയ ഈ ലോകത്തോട് വിട പറഞ്ഞു. മരിക്കുന്നതിന് മുമ്പ് അവൾ അലക്സാൻഡ്രോയ്ക്ക് മാപ്പ് കൊടുക്കുകയും അയാളെ തനിക്ക് സ്വർഗത്തിൽ വെച്ച് കാണണമെന്ന് പറയുകയും ചെയ്തു. മരിയയുടെ കൊലപാതകത്തിന് ശേഷം ഉടൻ തന്നെ അലക്സാൻഡ്രോ പിടിക്കപ്പെട്ടു. ആ സമയത്ത് അയാൾക്ക് പ്രായപൂർത്തിയായിട്ടില്ലാതിരുന്നതിനാൽ ശിക്ഷ 30 വർഷത്തെ ജയിൽവാസമായി ചുരുങ്ങി. 3 വർഷത്തോളം അയാൾ മൗനിയായി തടവറയിൽ ജീവിച്ചു. ആയിടെ ഒരു ബിഷപ്പ് അയാളെ തടവറയിൽ ചെന്ന് സന്ദർശിക്കുകയുണ്ടായി. അതിനുശേഷം അലക്സാൻഡ്രോ അദ്ദേഹത്തിന് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് കത്തെഴുതി.
ബിഷപ്പിന്റെ പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് എഴുതിയ കത്തിൽ താൻ കണ്ട ഒരു സ്വപ്നത്തെക്കുറിച്ചും അയാൾ സൂചിപ്പിച്ചിരുന്നു. സ്വപ്നത്തിൽ മരിയ തനിക്ക് ലില്ലിപ്പൂക്കൾ തരുന്നതായും ആ പൂക്കൾ തന്റെ കയ്യിലിരുന്ന് കത്തി എരിയുന്നതായും താൻ കണ്ടുവെന്ന് അയാൾ എഴുതി. ജയിൽ മോചിതനായ ശേഷം അലക്സാൻഡ്രോ മരിയയുടെ മാതാവ് അസൂന്തയെ ചെന്ന് കാണുകയും മാപ്പപേക്ഷിക്കുകയും ചെയ്തു. മരണശയ്യയിൽ വെച്ച് മരിയ അയാൾക്ക് മാപ്പ് കൊടുത്തുവെങ്കിൽ തനിക്കും ക്ഷമിക്കാതിരിക്കാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ അയാൾക്ക് മാപ്പ് നൽകി. അന്ന് തന്നെ അവർ രണ്ടുപേരും ചേർന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുകയും അടുത്തടുത്ത് നിന്ന് കുർബാന സ്വീകരിക്കുകയും ചെയ്തു. അലക്സാൻഡ്രോ എന്നും മരിയയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയും തന്റെ കുഞ്ഞു വിശുദ്ധ എന്ന് വിളിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് അലക്സാൻഡ്രോ ഓർഡർ ഓഫ് ഫരിയാസ് മൈനർ കപ്പൂച്ചൻ എന്ന സന്യാസ സഭയിൽ ചേരുകയും മരണം വരെ ഒരു ആശ്രമത്തിൽ റിസപ്ഷനിസ്റ്റും ഉദ്യാനപാലകനുമായി ജോലി ചെയ്ത് ജീവിക്കുകയും ചെയ്തു. 1970 അലക്സാൻഡ്രോ മരണമടഞ്ഞു. 1947 ഏപ്രിൽ 27 മരിയയെ 12ാം പീയൂസ് മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. ചടങ്ങിനിടയിൽ മാർപ്പാപ്പ മരിയയുടെ മാതാവിന്റെ ശിരസിൽ കൈകൾ വെച്ച് അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു: അനുഗ്രഹീതയുടെ മാതാവ്, സന്തോഷവതിയായ മാതാവ്, അനുഗ്രഹീതയുടെ മാതാവ്. 3 വർഷങ്ങൾക്ക് ശേഷം 1950 ജൂൺ 24 12ാം പീയൂസ് മാർപ്പാപ്പ മരിയയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. ആ ചടങ്ങിലും മരിയയുടെ അമ്മ പങ്കെടുത്തു. തന്റെ മകളെ വിശുദ്ധയായി പ്രഖ്യാപിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ച ആദ്യത്തെ മാതാവായിരുന്നു അവർ. മരിയയുടെ ജീവിച്ചിരുന്ന 4 സഹോദരന്മാരും അലക്സാൻഡ്രോയും ചടങ്ങിൽ പങ്കെടുത്തു. വലിയ ജനക്കൂട്ടം സന്നിഹിതരായിരുന്നതിനാൽ ചടങ്ങുകൾ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ പുറത്തുവെച്ചാണ് നടത്തിയത്. പതിവിന് വിപരീതമായി അന്ന് മാർപ്പാപ്പ ലത്തീനു പകരം ഇറ്റാലിയൻ ഭാഷയിലാണ് സംസാരിച്ചത്. ചടങ്ങിൽ പങ്കെടുക്കാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ 5 ലക്ഷത്തോളം ആളുകളിൽ ഭൂരിഭാഗവും യുവജനങ്ങളായിരുന്നു. അവരോട് നിങ്ങളുടെ വിശുദ്ധിക്കെതിരെയുള്ള ആക്രമണങ്ങളെ ദൈവകൃപ കൊണ്ട് ചെറുക്കണമെന്ന് നിങ്ങൾ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നുവോ എന്ന ചോദ്യത്തിന് അതെ എന്ന ഉത്തരം മാറ്റൊലി കൊണ്ടു. കത്തോലിക്ക സഭ വിശുദ്ധരായി പ്രഖ്യാപിച്ചവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് മരിയ ഗൊരേത്തി. മരിയ കത്തോലിക്ക സഭയിലെ രക്തസാക്ഷിയായ ഒരു വിശുദ്ധയാണ്. തന്റെ കന്യാത്വം സംരക്ഷിക്കുന്നതിന് വേണ്ടി 12ാം വയസ്സിൽ ഈ ബാലിക രക്തസാക്ഷിയാവുകയായിരുന്നു. വിശുദ്ധ മരിയ ഗൊരേത്തി നമ്മളോട് പറയുന്നത് ഇപ്രകാരമാണ്: ലോകത്തിന്റെ സൗന്ദര്യങ്ങളിൽ കുടുങ്ങി സ്വർഗത്തിന്റെ സൗഭാഗ്യം നഷ്ടമാക്കരുത്. താങ്ക് യു. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക. എന്നാൽ മാത്രമേ ഞങ്ങളുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.